ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമീൻസ് ട്യൂബ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫിയസ്റ്റയുടെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3K സ്പെഷ്യൽ വീഡിയോ വരുന്നത്. ആക്ച്വലി ഇതല്ല ആ വീഡിയോ, അടുത്ത വീഡിയോ ആയിരിക്കും അത്. സോ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ദിസ് ഈസ് എ ഗെയിം പാഡ്. ഓക്കെ, ഒരു വയർലെസ് കൺട്രോളറാണ് ഗെയിം പാഡ് എന്ന് പറയാൻ. സോ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ഇതൊരു അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല. ഇതെൻ്റെ ഒരു 6 months എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. ഓക്കെ, ഇത് എലൈറ്റ് എക്സ് എന്ന് പറയുന്ന ഇവോഫോക്സിൻ്റെ ഒരു ഗെയിം പാഡാണ്. PC-ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, വയേർഡ് ഗെയിം പാഡാണ്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. സോ ആക്ച്വലി ഇത് അൺബോക്സ്ഡ് ആണ്, ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കൂടിയാണ്. സോ അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുത്തു മാത്രം. ജസ്റ്റ് ഇതിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഗെയിം പാഡാണ് കിട്ടുക. ഇതൊരു വയേർഡ് ഗെയിം പാഡാണ്, വയർലെസ് ഒന്നുമല്ല. അത് ആദ്യമേ തന്നെ നോട്ട് ചെയ്തോളുക. ഒരു വയേർഡ് ഗെയിം പാഡാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നീറ്റ് ഡിസൈനാണ്. ഇതിനകത്ത് നമുക്ക് വേറെ കിട്ടുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ വയറാണ്. അതായത് കണക്ഷൻ വയേഴ്സാണ്. ഇതിൻ്റെ ഒരു യൂസർ മാനുവലും. സോ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും സംസാരിക്കാനും ഡീസൻറ്റ് ബോക്സ് അത്ര മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കടക്കുന്നത് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന സംഭവത്തിലേക്കാണ്, കൺട്രോളറിലേക്ക്. സോ നമ്മൾ നോർമലി കണ്ടുവരുന്ന കൺട്രോളേഴ്സിനെ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ബട്ടൺസും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ കറക്റ്റായിട്ട് വർക്കും ചെയ്യാറുണ്ട്. ഞാൻ 6 months ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെയായിട്ട് ഇപ്പോൾ ഫുക്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വൈബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും, പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിപ്പോൾ ഫയറിംഗ് ബട്ടൺസ് ആക്കാം. ഇതാണ് എല്ലാ ഫയറിംഗ് ബട്ടൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫയറിംഗ് ബട്ടൺസ് ആക്കാം. പിന്നെ ഇത് 2 ബട്ടൺസ് ഉണ്ട്. ഇനി ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബട്ടൺസാണ് കേട്ടോ. ഗെയിമിൽ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. സോ എനിവേസ് ഗൈസ്, ഇത് വളരെ സൂപ്പറാണ് ഗൈസ് ഉപയോഗിക്കാനായും. നല്ല ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്കതിൻ്റെ വയർ നോക്കുകയാണെങ്കിലും ടൈപ്പ് സി ആണ് വരുന്നത്. ടൈപ്പ് സി കേബിളാണ് കുത്തിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം അതാണല്ലോ. ടൈപ്പ് സി ടു ലൈറ്റിങ്. നമുക്കിപ്പോൾ ചാർജറാണെങ്കിൽ പോലും കുത്തിയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇപ്പം കേബിൾ നശിച്ചു പോയാലും ചാർജറാണെങ്കിലും നമുക്ക് കുത്തി കളിക്കാൻ പറ്റും. പിന്നെ വയർലെസ് ഞാൻ മേടിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വയർലെസ് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ടെന്ന് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടായിരുന്നു. സോ ദാറ്റ്സ് എ മെയിൻ തിങ്. ഞാൻ വയേർഡ് വാങ്ങിച്ചതിൻ്റെ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വയർലെസ്സേ മേടിക്കത്തുള്ളൂ. വയർലെസ് ആണ് എനിക്കിഷ്ടം. ഞാൻ മൗസ് കീബോർഡ് എല്ലാം വയർലെസ് ആണ് യൂസ് ചെയ്യാറ്. സോ എനിക്ക് വയർലെസ് പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. 2 ദിവസത്തെ കംപ്ലയിൻറ്റ് വന്ന് 2 ദിവസത്തിലൊന്നും വരത്തില്ല. എന്നാലും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്ന് പോകാൻ പാടില്ലല്ലോ. സോ ഇതിൻ്റെ മോട്ടർ കറങ്ങുന്നത് ഞാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. നോക്കോ, ഇല്ല. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ. കാരണം കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, കാരണം റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം 1100, 1050 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് മേടിച്ചപ്പോൾ എനിക്ക് ഏകദേശം 1500 rupees ആയിട്ടുണ്ടായിരുന്നു. സോ മേടിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം. സോ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമിംഗ് ഇൻ്റർഫേസാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം. ഓക്കെ, നേരെ ഞാൻ ഫുള്ള് കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്, കാണാൻ സാധിക്കും. കണ്ടില്ലേ ഒരു ഞാൻ ഇപ്പം ഉണ്ടല്ലേ ഇടയൊക്കെ കയറ്റിക്കൊണ്ട് പോകാനായാലും അത് ഗ്യാപ്പ് അടിക്കുന്നതായാലും വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റുന്നുണ്ട്.
ഇനി ഞാൻ ഒരു കാർ എടുത്ത് ഓടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇത് കൺവേർട്ടബിൾ കാറാണ് കേട്ടോ. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. It's convertible. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ബൈക്കിനെക്കാട്ടിയും ഓട്ടിക്കാൻ നല്ലതായിട്ട് തോന്നിയത് കാറാണ്. കാരണം കാർ ഓട്ടിക്കാൻ നല്ല സുഖമാണ് ഇതിൽ. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലും ഈ ഒരു ഗെയിം പാഡ് വളരെയധികം നല്ലതാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തേക്കാം. സോ എനിവേ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.